आजकल क्या हो रहा है भाई? आजकल मैं जो भी बोलता हूँ ये करता है। अच्छा, मेरे कैसे लिए क्या? करता है। आप क्या चाहते हो आप? മോദിയും അദാനിയും ഒന്നാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം പാർലമെന്റിൽ നടത്തിയ ഒരു പ്രതിഷേധ നാടകത്തിന്റെ ഏതാനും ചില ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. നമുക്കറിയാവുന്ന പോലെ പാർലമെന്റിന്റെ ഈ ശീതകാല സമ്മേളനം ആരംഭിച്ചത് മുതൽ തന്നെ പാർലമെന്റ് ഇരു സഭകളും പ്രക്ഷുബ്ധമാകുന്നതിന്റെ ഒരു കാരണം അദാനി വിഷയം ചർച്ച ചെയ്യണം എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം തന്നെയാണ്. കോൺഗ്രസ് പാർട്ടിയാണ് ഏറ്റവും പ്രധാനമായി ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്തുള്ളത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സഭാ സമ്മേളനം മുടങ്ങുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ ഒരു പ്രതിഷേധ സമരം പാർലമെന്റിന്റെ പരിസരത്ത് ഇന്ത്യ സഖ്യം സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച സമരത്തിനിടെയാണ് ഈ ഏറെ ചിരി പടർത്തുന്ന അതോടൊപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധം അരങ്ങേറിയത്. നമുക്ക് ആദ്യം ആ പ്രതിഷേധത്തിന്റെ പൂർണ്ണ രൂപം ഒന്ന് കണ്ടു നോക്കാം. आजकल क्या हो रहा है भाई? आजकल मैं जो भी बोलता हूँ ये करता है। अच्छा, मेरे कैसे लिए क्या? करता है। आप क्या चाहते हो आप? कुछ भी पोर्ट चाहिए, एयरपोर्ट चाहिए, कुछ भी। अगला आप क्या लेने की कोशिश कर रहे हो? वो उसके लिए अभी हमारा मीटिंग अभी शाम को है, करके आज डिसाइड कर देंगे कि मीन्स हमारे लिए मैं जो भी करता हूँ ये बाय होने तक मेरे लिए कोई तकलीफ नहीं है। पार्लियामेंट छोड़ देने भैया, वो देखते हैं। आपके रिश्ते के बारे में थोड़ा बताइए भाई। हम दोनों का एक ही है। मैं जो भी बोलता हूँ हाँ, हम दोनों मिलकर सब करेंगे। और कब से आपकी पार्टनरशिप चल रही है? ये हमारा सालों साल का सालों साल से। हमारा और फ्यूचर आपका कैसा है? 20 साल का है हमारा। पूरा इस देश का ये इंडिया मैं हूँ। अच्छा, ये आपके कारण पार्लियामेंट क्यों नहीं चलने दे रहे हैं? हम सारे ऑपोजिशन को मतलब वो आदमी गायब है। अमित भाई आए नहीं थे आज हाउस में। आज अमित भाई से पूछना पड़ेगा। मैं जो भी बोलता हूँ ये करता है। ये बड़े सीरियस लग रहे हैं। कम बोलते हैं आजकल। ये थोड़ा टेंशन में है। കോൺഗ്രസിന്റെ രണ്ട് പ്രധാനപ്പെട്ട എം പിമാരാണ് ഈ പ്രതിഷേധ നാടകത്തിൽ, ഈ രസകരമായ നാടകത്തിൽ മോദിയും അദാനിയുമായി വേഷമിട്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മോദിയായി വേഷമിട്ടത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോൺഗ്രസ് എം പിയായ കാൽഗെ ശിവജി ബന്ദപ്പയും അദാനിയായി വേഷമിട്ടത് മാണിക്യം ടാഗൂർ എന്ന തമിഴ്നാട്ടിലെ വിരുദനഗറിൽ നിന്നുള്ള കോൺഗ്രസ് എം പിയുമാണ്. ഇരുവരും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട എം പിമാരിൽ ഉള്ളവരാണ്. അവർ തന്നെയാണ് ഇതിൽ വേഷമിട്ട് അഭിനയിച്ചത്. രാഹുൽ ഗാന്ധിയും ഇതിന്റെ ഭാഗമാകുന്നത് നമ്മൾ ആ നാടകത്തിൽ, ആ വീഡിയോയിൽ വ്യക്തമായി കണ്ടിരുന്നു. എന്തായാലും പാർലമെന്റ് വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾക്ക് കൂടി വേദിയാകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിലൊരു പ്രതിഷേധം ഈ അടുത്ത് സഭാ സമ്മേളനം തുടങ്ങി ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ ഭരണം ആരംഭിച്ച ശേഷം നമ്മൾ കണ്ടിട്ടില്ല. അത്തരത്തിലൊരു പ്രതിഷേധമാണ് ഇപ്പോൾ പാർലമെന്റിൽ അരങ്ങേറിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ശീതകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപായാണ് അദാനി ഇന്ത്യയിൽ നടത്തിയ ഒരു അഴിമതിയുടെ പേരിൽ അമേരിക്കയിൽ അദാനിക്കെതിരെ ഒരു നിക്ഷേപ തട്ടിപ്പ്, അതും കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അദാനിക്കെതിരെ മുൻപ് ഉയർന്നു വന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ട് അടക്കമുള്ള വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് അദാനിയുടെ വിഷയം, അദാനിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും പാർലമെന്റിന്റെ ഇരു സഭകളും നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നൊരാവശ്യം പ്രതിപക്ഷം, പ്രധാനമായും കോൺഗ്രസ് പാർട്ടി നിരന്തരമായി ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ തന്നെയാണ് കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി സഭ പല ദിവസങ്ങളിലും തടസ്സപ്പെടുന്നത്. എന്നാൽ ഈ ആവശ്യം ഒരു ഘട്ടത്തിലും പരിഗണിക്കാൻ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും നാഥന്മാരായ സ്പീക്കർ ഓം ബിർളയും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വ്യത്യസ്തമായ പ്രതിഷേധ നാടകം അവതരിപ്പിക്കാൻ ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷത്തിനെ പ്രേരിപ്പിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അദാനി വിഷയം മറയ്ക്കാൻ BJP മറ്റൊരായുധം ഇപ്പോൾ കോൺഗ്രസിനെതിരെ ചില ദേശീയ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പുറത്തുവിട്ടിട്ടുണ്ട്. അത് ജോർജ് സോറോസ് എന്ന ശതകോടീശ്വരനുമായി സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ട് എന്ന ആരോപണമാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP MP-മാർ പോലും നോട്ടീസ് നൽകിയിരുന്നു എന്നത് ശ്രദ്ധേയമായൊരു വസ്തുതയാണ്. പാർലമെന്റിൽ അത് ചർച്ചയാക്കാൻ ഉപരാഷ്ട്രപതി തയ്യാറായില്ലെങ്കിലും പിന്നീട് സംസാരിക്കാൻ എഴുന്നേറ്റ കിരൺ റിജ്ജു അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ ഈ വിഷയം ആവർത്തിച്ച് സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. BJPയുടെ പല MP-മാരും ഗുരുതരമായ ആക്ഷേപങ്ങളാണ്, അതായത് കശ്മീർ വിഘടനവാദത്തിന് പോലും സോണിയാഗാന്ധിയുടെ പിന്തുണയുണ്ട് എന്ന നിലയിലുള്ള ചില പ്രസ്താവനകൾ പോലും ചില MP-മാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. എന്തായാലും
പാർലമെന്റ് വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾക്ക് വേദിയാവുകയാണ്. ഇനിയും ഇത്തരം വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾ തന്നെ പാർലമെന്റിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.